നമസ്കാരം. 9th സ്റ്റാൻഡേർഡ് മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് അതിൽ പേജ് നമ്പർ 29 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 meters and one of the other sides is half meter. Calculate its perimeter up to a centimeter. അതായത് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസും തന്നിട്ടുണ്ട്, മറ്റൊരു സൈഡും തന്നിട്ടുണ്ട്. അതിൻ്റെ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെൻറ്റിമീറ്റേഴ്സിൽ കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് മീറ്റേഴ്സിലാണ്. അപ്പോൾ നമ്മളിവിടെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതാണ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും ഹൈപ്പോട്ടന്യൂസ്. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈപ്പോട്ടന്യൂസ് 1.5 meter എന്നാണ്. ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. ഇത് ബേസ്, ഇതെന്താണ് ഹൈറ്റ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട് 1.5 meter എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന വൺ ഓഫ് ദ അതർ സൈഡ്സ് ഈസ് ഹാഫ് മീറ്റർ. മറ്റൊരു സൈഡ് ഹാഫ് മീറ്റർ. അത് നമ്മളിവിടെ ബേസ് ആയിട്ട് എടുക്കുകയാണ്. ബേസ് ഹാഫ് മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് പേര് കൊടുക്കാം ABC. ട്രയാങ്കിൾ ABC. എന്താണ് പൈത്തഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് ഹൈറ്റ് ആണ്. അപ്പോൾ ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ്. അപ്പോൾ അതിന് ഇക്വേഷൻ ഹൈറ്റിന് ഇങ്ങോട്ട് എടുത്താൽ ഹൈറ്റ് ഇവിടെ നിർത്തിയിട്ട് ഇതിന് ഇങ്ങോട്ട് എടുക്കുക ബേസിന്. അപ്പോൾ ഇത് മൈനസ് ആവും. ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇനി ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 1.5 meter. 1.5 meter എന്ന് പറഞ്ഞാൽ നമുക്ക് 1.5നെ ഇങ്ങനെ എഴുതാമല്ലോ, 1.5. അതുപോലെ 1/2ന് 0.5 അങ്ങനെ എഴുതാം. അപ്പോൾ 1.5 ആണ് ഹൈപ്പോട്ടന്യൂസ്. 1.5 ഹോൾ സ്ക്വയർ മൈനസ് ബേസ് എന്താണ്? 0.5 സ്ക്വയർ. 1.5 സ്ക്വയർ കാണണം, പിന്നെ 0.5 സ്ക്വയർ കാണണം. ഇവിടെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഈ ഐഡന്റിറ്റി എടുക്കുക, ഇതായിരിക്കും ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എക്സ് 1.5ഉം 0.5 വൈയും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരും? 1.5 പ്ലസ് 0.5 ഇൻറ്റു 1.5 മൈനസ് 0.5. 1.5 പ്ലസ് 0.5 എന്താണ്? 2 വരും. 1.5നോട് 0.5 കൂട്ടിയാൽ 2. അപ്പോൾ ഇതെന്ത് വരും? 2 വരും. 2 ഇൻറ്റു ഇനി 1.5ൽ നിന്ന് 0.5 മൈനസ് ചെയ്താലോ 0, ഇവിടെ 1 വരും. അപ്പോൾ 2 ഇൻറ്റു 1. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ത് വരും? 2 ആണ്. ഇത് ഹൈറ്റ് സ്ക്വയർ. ഇത് ഹൈറ്റ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് ഹൈറ്റ് ആണ്. therefore height is equal to ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 2 മീറ്റർ. അപ്പോൾ ഹൈറ്റ് എന്ത് വരും? റൂട്ട് 2 മീറ്റർ. അപ്പോൾ ഇവിടെ ഹൈറ്റ് കിട്ടി റൂട്ട് 2 മീറ്റർ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ അപ് ടു എ സെൻറ്റിമീറ്റർ. ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡും കൂടെ ആഡ് ചെയ്യുന്നത്, അത് സെൻറ്റിമീറ്ററിലായി കണ്ടുപിടിക്കണം. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡും കൂടെ കൂട്ടുന്നതല്ലേ, AB പ്ലസ് BC പ്ലസ് AC ആണ്. ഇതിൽ AB ആണ് നമ്മളിപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് AB ആണ്. AB എന്താണ്? റൂട്ട് 2 മീറ്റർ പ്ലസ് BC എന്താണ്? 0.5 ഹാഫ് മീറ്റർ എന്നുള്ളത് 0.5 മീറ്റർ
പ്ലസ് AC എന്താണ്, അതായത് ഹൈപ്പോട്ടന്യൂസ് കർണം 1.5 മീറ്റർ. അപ്പോൾ √2 മീറ്റർ പ്ലസ് 0.5ഉം 1.5ഉം കൂടി ആഡ് ചെയ്താൽ 2 വരും. നമ്മൾ നേരത്തെ ചെയ്തതാണ് 1.5 പ്ലസ് 0.5, അപ്പോൾ 2 മീറ്റർ. ഇനി √2ൻ്റെ വാല്യൂ എന്താണ്, 1.414 ആണ്. അപ്പോൾ √2നോട് കൂടി 2 കൂട്ടുക. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 2.000. അതിൻ്റെ കൂടെ √2 കൂട്ടാന്ന് പറഞ്ഞാൽ √2 1.414 4,143. അപ്പോൾ ആൻസർ എന്ത് വരും, 3.414 മീറ്റർ ആണ്. ഇനി ഇതിന് നമ്മൾ സെൻറ്റിമീറ്റർ ആക്കണം. 3.414 മീറ്റർ ആണ് പെരിമീറ്റർ കിട്ടിയത്. ഇതിനെ സെൻറ്റിമീറ്റർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യണം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് മാറി പോയിന്റ് വരും. അപ്പോൾ എന്ത് വരും, 3.414 എന്നുള്ളത് 341.4 സെൻറ്റിമീറ്റർ. 341.4 സെൻറ്റിമീറ്റർ ആണ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. The picture below shows an equilateral triangle cut into 2 triangles along a line through the middle. What is the perimeter of one of these? How much is it less than the perimeter of the whole triangle? അതായത് ഇവിടെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് 2 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട്, അതിൽ ആ 2 ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തില്ല, അതിൽ ഓരോന്നിൻ്റെയും പെരിമീറ്റർ കണ്ടുപിടിക്കുക. അതുപോലെ വലിയ ട്രയാങ്കിളും ഈ ചെറിയ ട്രയാങ്കിളും തമ്മിലുള്ള പെരിമീറ്ററിൻ്റെ ഡിഫറൻസും കാണുക. അപ്പോൾ ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അത് കട്ട് ഇൻ ടു 2 ട്രയാങ്കിൾസ് എലോങ് എ ലൈൻ ത്രൂ ദ മിഡിൽ കൂടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൽ ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലെങ്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ, ഈ ലെങ്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ ഇതും 2 മീറ്റർ ആയിരിക്കും. ഇത് മിഡ് പോയിന്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കട്ട് ഇൻ ടു 2 ട്രയാങ്കിൾസ് എലോങ് എ ലൈൻ ത്രൂ ദ മിഡിൽ. ഇതിപ്പോൾ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും, 1 മീറ്റർ. ഇതെന്തായിരിക്കും, 1 മീറ്റർ. ഇനി ഇവിടെ പറഞ്ഞിരിക്കണം വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്. അതായത് 2 ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്തല്ല, ഇതിൽ ഒന്നിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും അല്ലേ. 2 ട്രയാങ്കിളും അത് 2 ട്രയാങ്കിളിൻ്റെ പെരിമീറ്റേഴ്സ് ഈക്വൽ ആയിരിക്കും. കാരണം 2ൻ്റെയും സൈഡ്സ് ഈക്വലാണ്. ഇവിടെ 2 മീറ്റർ, ഇവിടെ 1 മീറ്റർ, ഇവിടെയും 2 മീറ്റർ, ഇവിടെ 1 മീറ്റർ. ഇത് കോമൺ ആയിട്ടാണ് 2 ട്രയാങ്കിളിനും വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ കണ്ടുപിടിക്കണം, നമുക്ക് ഈ ലെങ്ത്ത് കിട്ടണം, ഈ ഹൈറ്റ് കിട്ടണം. അപ്പോൾ ഇവിടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാം. ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കാം ABC, ഇത് D. അപ്പോൾ ഈ ട്രയാങ്കിൾ ABDയിൽ ഇതാണ് 90 ഡിഗ്രി. ഇതപ്പോൾ എന്താണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇത് ബേസ്. അപ്പോൾ ഈ ഹൈറ്റ് കണ്ടുപിടിക്കുക പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത്. ഇൻ ട്രയാങ്കിൾ ABD, AD സ്ക്വയർ. ഇവിടെ AB ആണ് ഹൈപ്പോട്ടന്യൂസ്. അതെങ്ങനെ മനസ്സിലാക്കുന്നത്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ AD സ്ക്വയർ ഇസ് ഈക്വൽ ടു AB സ്ക്വയർ മൈനസ് BD സ്ക്വയർ. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് കർണം. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടത് ലംബമാണ്. അപ്പോൾ കർണം സ്ക്വയറിൽ നിന്ന് പാദം സ്ക്വയർ മൈനസ് ചെയ്യണം. അപ്പോൾ AB എന്താണ്, AB 2 സ്ക്വയർ മൈനസ് BD എന്താണ് 1 സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 1 സ്ക്വയർ 1, 4 മൈനസ് 1 3. AD സ്ക്വയർ ആണ് 3. therefore AD എന്തായിരിക്കും, AD ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 3. AD √3 മീറ്റർ. AD കിട്ടി. AD എന്താണ്, √3 മീറ്റർ.
ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന വാട്ട്സ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്, ഈ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാം. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡും കൂടെ ആഡ് ചെയ്യുന്നതാണല്ലോ. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി, എ ബി പ്ലസ് ബി ഡി പ്ലസ് എ ഡി, അതായത് പാദം പ്ലസ് ലംബം പ്ലസ് കർണം, ഇത് 3ഉം കൂടെ കൂട്ടുന്നതാണ് ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. എ ബി എന്താണ്? 2, 2 പ്ലസ് ബി ഡി 1 പ്ലസ് എ ഡി എന്താണ്? √3. അപ്പോൾ ഇതെന്ത് വരും? 3 പ്ലസ് √3, 3 പ്ലസ് √3യുടെ വാല്യൂ അറിയാലോ, 1.732. 3 1.732 കൂടെ ആഡ് ചെയ്യുമ്പം 4.732 മീറ്റർ ആണ് ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ, അല്ലെങ്കിൽ ഈ ഹാഫ്. അപ്പോൾ ഈ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 4.732 മീറ്റർ. രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ, അതായത് ഈ പകുതി ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഈ ഹോൾ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാൾ എത്ര കുറവാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ ഹോൾ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാം. പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി, എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. എ ബിയും ബി സിയും എ സിയും എല്ലാം ഈക്വലാണ്. കാരണം ഇത് ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ്. എല്ലാത്തിൻ്റെയും നീളങ്ങൾ 2 മീറ്ററാണ്. അപ്പോൾ 2 പ്ലസ് 2 പ്ലസ് 2 6 മീറ്റർ ആണ് ഈ ഹോൾ ട്രയാങ്കിളിൻ്റെ, ഈ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. ഇനി ചെറിയ ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ചുറ്റളവിനേക്കാൾ എത്ര കുറവാണെന്ന്. ഇനി നമുക്ക് പെരിമീറ്ററിൻ്റെ വ്യത്യാസം കാണാം. ഡിഫറൻസ് ഓഫ് പെരിമീറ്റർ. ഡിഫറൻസ് ഓഫ് പെരിമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഈ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 6 ആണ്. 6 മൈനസ് ചെറിയ ട്രയാങ്കിളിൻ്റെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 4.732. 4.732. 6 നിന്ന് 4.732 മൈനസ് ചെയ്യണം. 6 മീൻസ് 6.00. അത്രയും ഇവിടെ 3 ഡിജിറ്റ് ഇല്ല, അപ്പോൾ അത്രയും സീറോസ് ഇട്ട് കൊടുക്കാം. അതിൽ നിന്ന് നമുക്ക് 4.732 മൈനസ് ചെയ്യണം. അപ്പോൾ ഡിഫറൻസ് എന്ത് വരും? 1.268 മീറ്റർ. പെരിമീറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 1.268 മീറ്റർ. അതായത് ഈ ചെറിയ ത്രികോണം വലിയ ത്രികോണത്തേക്കാൾ 1.268 മീറ്റർ കുറവാണ്.